ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഗ്രഹം സത്യമെങ്കിൽ സഫലമാക്കാൻ ആറ്റിയാലിൽ സ്ലിറ്റ്സ് പൊൻകുന്നം. നമസ്കാരം, ഞാൻ അഭിലാഷ്. പ്രധാന വാർത്തകൾ. ഓണവിപണിയിൽ രൂക്ഷ വിലക്കയറ്റം ഉറപ്പാക്കി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ വില വർധന. സബ്സിഡി ഇനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു, അളവ് കുറച്ചു. സർവശിക്ഷാ അഭിയാൻ അധ്യാപകർക്കുള്ള പ്രവർത്തന പാരിതോഷികം നിർത്തലാക്കി ഫണ്ടില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ്. ജില്ലാ ഉപഭോക്തൃ കോടതിക്കായുള്ള പുതിയ കെട്ടിടം കാട് കയറി നശിക്കുന്നു. പണിത 3 വർഷമായിട്ടും കോടതി പ്രവർത്തനം തുടങ്ങിയില്ല. ലക്ഷങ്ങളുടെ നഷ്ടം. പാമ്പാടിയിൽ വാനിടിച്ച് മധ്യവയസ്ക മരിച്ചു. മരിച്ചത് വെള്ളൂർ പുത്തൻ വീട്ടിൽ ലിസിയാമ്മ. വാനിടിച്ചത് നിയന്ത്രണം വിട്ട്. വാർത്തകൾ വിശദമായി. സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ വിതരണ കേന്ദ്രങ്ങളിൽ അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിപ്പിച്ചു. മിക്ക നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂട്ടുകയും അളവ് കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ ഓണക്കാലത്ത് പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുമെന്ന് ഉറപ്പായി. സർക്കാരിന്റെ പൊതുവിതരണ ഏജൻസികളായ സപ്ലൈകോയിലെയും മാവേലി സ്റ്റോറുകളിലും നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലവർധന ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്നു. സപ്ലൈകോയ്ക്ക് മുൻ വർഷത്തേക്കാൾ 500 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുണ്ടായിട്ടും കഴുത്തറപ്പൻ കച്ചവടത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചതുപോലെയാണ്. പച്ചരി ഉൾപ്പെടെയുള്ള എല്ലാ ഇനം അരിയുടെയും വില വർദ്ധിച്ചു. സബ്സിഡി അരിയുടെ വില 16 രൂപയിൽ നിന്ന് 21 രൂപയായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 9 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി ഇപ്പോൾ വിൽക്കുന്നത് 21 രൂപയ്ക്ക്. വിലവർദ്ധനയിനൊപ്പം സബ്സിഡി സാധനങ്ങളുടെ അളവ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. കാർഡൊന്നിന് 20 കിലോ അരി നൽകുമെന്ന് പറയുമ്പോഴും 5 കിലോ മാത്രം നൽകാനുള്ള അരി മാത്രമേ വിതരണശാലകളിൽ എത്തുന്നുള്ളൂ. ഒരു വിതരണ കേന്ദ്രത്തിൽ ശരാശരി 200 കാർഡുകൾ എത്തുന്നുണ്ട്. ഒരു മാസം 1000 ചാക്ക് അരിയെങ്കിലും ലഭിച്ചെങ്കിലേ 20 കിലോ അരി വീതം നൽകാൻ കഴിയൂ. പല വിതരണ കേന്ദ്രങ്ങളിലും 50-ൽ താഴെ ചാക്ക് അരി മാത്രമാണ് വിതരണത്തിനെത്തുന്നത്. അരിക്ക് പുറമെ പയർ, കടല, പരിപ്പ്, ഉഴുന്ന്, മുളക് തുടങ്ങിയവയുടെ വിലയിലും ശരാശരി 20 രൂപയുടെ വർധന അടുത്തിടെ ഉണ്ടായി. പയർ വർഗ്ഗങ്ങൾക്ക് പൊതുവിപണിയിലേതിന് തുല്യമായ വില തന്നെ നൽകണം. സബ്സിഡി ഇനങ്ങൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാർക്ക് പൊതുവിപണിയെ ആശ്രയിക്കേണ്ടി വരുന്നു. സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉള്ളപ്പോൾ പോലും ഓണക്കാലത്ത് പൊതുവിപണിയിൽ വില വർധനവ് പതിവാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വില കുതിച്ചുയരുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർവശിക്ഷാ അഭിയാൻ അധ്യാപകർക്ക് നൽകിവന്ന പ്രവർത്തന പാരിതോഷികം നിർത്തലാക്കി. ഈ അധ്യയന വർഷം മുതൽ ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പണം ലഭിക്കാതായത്. 2000 ജൂൺ മാസം മുതലാണ് സർവശിക്ഷാ അഭിയാൻ, ടീച്ചേഴ്സ് ഗ്രാന്റ്, സ്കൂൾ ഗ്രാന്റ് എന്നിങ്ങനെ വ്യത്യസ്ത ലേബലുകളിൽ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകി തുടങ്ങിയത്. സംസ്ഥാനത്ത് പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നതോടെ പാഠ്യഭാഗത്തിന്റെ പൂർത്തീകരണത്തിനാണ് പണം നൽകിയത്. വ്യത്യസ്ത വിഷയങ്ങളുടെ ചാർട്ട് പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും അനുബന്ധ പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുമാണ് അധ്യാപകർ ഈ പണം വിനിയോഗിച്ചത്. പുതിയ പാഠ്യപദ്ധതിയിൽ ഒന്നിലേറെ ചാർട്ട് പേപ്പറുകൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് മാതൃകയായി നൽകേണ്ടത് അധ്യാപകരാണെന്നാണ് ചട്ടം. ഇത്തരം മാതൃകാ പ്രവർത്തനത്തിനായി ഒരധ്യാപകന് 500 രൂപ എന്ന നിരക്കിലാണ് സർവശിക്ഷാ അഭിയാൻ വാർഷിക സഹായനിധി നൽകിയത്. എന്നാൽ ഈ അധ്യയന വർഷം മുതലാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് നിർത്തലാക്കിയത്. ഇതുമൂലം സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം അധ്യാപകർ തന്നെ കണ്ടെത്തേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. സ്കൂൾ ഗ്രാന്റ് എന്ന പേരിൽ നിലവിലുള്ള ഫണ്ട് സ്കൂൾ തുറന്നിട്ട് 3 മാസം പിന്നിട്ടിട്ടും ഇതുവരെ നൽകി തുടങ്ങിയിട്ടില്ല. പഠനം സാർവത്രികവും സൗജന്യവുമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോഴും പുതിയ പാഠ്യപദ്ധതി പ്രകാരം അധ്യാപകരും വിദ്യാർത്ഥികളും പഠനത്തിനാവശ്യമായ ഫണ്ട് സ്വയം കണ്ടെത്തേണ്ട ഗതികേടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, മണിമല. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും ജില്ലാ ഉപഭോക്തൃ കോടതിക്ക് വടവാതൂരിലേക്ക് പ്രവർത്തനം മാറ്റുവാൻ കഴിഞ്ഞില്ല. 1/2 ഏക്കർ സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത കെട്ടിടം കാട് കയറി നശിക്കുവാൻ തുടങ്ങി. കോട്ടയം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇതിന് പരിഹാരമായാണ് വടവാതൂരിൽ 1/2 ഏക്കർ സ്ഥലത്ത് ഉപഭോക്തൃ കോടതിക്ക് സ്വന്തമായി കെട്ടിടം പണിതത്. കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. കരാറുകാരന് പണം നൽകാൻ വേണ്ടി മാത്രമാണോ ഈ കെട്ടിടം പണിതതെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുന്ന ഈ കെട്ടിടം സമീപ പ്രദേശത്തെ ജനങ്ങൾക്ക് ശല്യമായി മാറിയിരിക്കുന്നു.
കെട്ടിടത്തിനൊപ്പം പണിത കിണറും കാട് കയറി അപകടാവസ്ഥയിൽ കിടക്കുകയാണ്. യാത്രാ സൗകര്യങ്ങൾ ഏറെയുള്ള ഈ പ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം ഉണ്ടായിട്ടും ഉപഭോക്തൃ കോടതി ഇപ്പോഴും കളക്ടറേറ്റിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കി പണിത കെട്ടിടം കാട് കയറി നശിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പണി പൂർത്തീകരിച്ച് ഇത്രയും നാളായിട്ടും കോട്ടയം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി അതിന്റെ തുടർ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങുവാനോ മറ്റ് നടപടി സ്വീകരിക്കുവാനോ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. അതിന്റെ ഭാഗമായി ഈ കിടക്കുന്ന സ്ഥലവും ഈ കെട്ടിടവും കാട് കയറിയും മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമങ്ങൾക്ക് ഇരയായി നശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച ഉപഭോക്തൃ കോടതി കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് വടവാതിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഉപഭോക്തൃ കോടതി വടവാതൂരിലെ കെട്ടിടത്തിലേക്ക് മാറ്റുവാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പിക്കപ്പ് വാൻ ഇടിച്ച് തെറിച്ചു വീണ മധ്യവയസ്ക മരിച്ചു. വെള്ളൂർ കൊല്ലംപറമ്പിൽ പുത്തൻ വീട്ടിൽ ലിസിയാമ്മയാണ് അപകടത്തിൽ മരിച്ചത്. ഈരാറ്റുപേട്ട സ്വദേശികളായ ലിസിയാമ്മയും കുടുംബവും 2 വർഷമായി വെള്ളൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ടുവന്ന പിക്കപ്പ് വാൻ ലിസിയമ്മയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് പാലമരത്തിൽ ഇടിച്ചു നിന്നു. ഇതിനിടയിൽ ഒരു കാറും ഇടിച്ചു തെറിപ്പിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. മൃതദേഹം പാമ്പാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 1500ഓളം മോഷണങ്ങൾ നടത്തിയ പ്രതിയെ കോട്ടയത്ത് തിങ്കളാഴ്ച ഷാഡോ പോലീസ് പിടികൂടി. തിരുവാർപ്പ് അജി എന്നറിയപ്പെടുന്ന അജയൻ നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആർഭാട ജീവിതം നയിക്കുന്നതിനായി 15ാം വയസ്സിൽ മോഷണം തുടങ്ങിയതാണ് അജയൻ. 23 വർഷമായി തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവരികയായിരുന്ന ഇയാളെ കോട്ടയത്ത് നിന്നും ഷാഡോ പോലീസ് പിടികൂടുകയായിരുന്നു. 17 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഓടിട്ട കടകളിലാണ് അജി സാധാരണ മോഷണം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു. 15ാമത്തെ വയസ്സിൽ സിനിമ കാണുന്നതിനും ജോലി ചെയ്യാതെ ആർഭാടമായി ജീവിക്കുന്നതിനും താൻ പഠിച്ച സ്കൂളിൽ തന്നെ ടേബിൾ ഗാർഡൻ മോഷ്ടിച്ചുകൊണ്ടാണ് മോഷണം തുടങ്ങിയത്. 23 വർഷമായി തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വരികയാണ്. വിയ്യൂര്, പൂജപ്പുര സെൻട്രൽ ജയില്, കോട്ടയം, പാല, പൊൻകുന്നം, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട സബ് ജയിൽ എന്നിവിടങ്ങളിൽ പലപ്പോഴായി 17 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഓടിട്ട കടകളാണ് പ്രധാനമായും മോഷണം നടത്തുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം ആൾതാമസമില്ലാത്ത കെട്ടിടത്തിൽ താമസിച്ചു വരുമ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. അന്വേഷണ സംഘത്തിൽ അഡീഷണൽ SI VV ജോസഫ്, ഷാഡോ പോലീസുകാരായ ASI വർഗീസ്, സജികുമാർ, PN മനോജ് തുടങ്ങിയവരുമാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട് കയ്യൂരിയിലെ പനി ക്ലിനിക് മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയ സംഭവത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഡോക്ടർ N ജയരാജ് MLA അറിയിച്ചു. വിവരം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് കയ്യൂരിയിലെ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ താൽക്കാലിക പനി ക്ലിനിക് ആരംഭിച്ചത്. ആരംഭഘട്ടത്തിൽ 100 കണക്കിന് ആളുകൾ ഇവിടെ ചികിത്സ തേടി എത്തിയിരുന്നു. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലാണ് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നത്. കല്ലാടംപൊയ്ക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രദേശവാസികൾക്ക് എത്തിപ്പെടുന്നതിനുള്ള അസൗകര്യം കൂടി പരിഗണിച്ചാണ് കയ്യൂരിയിലെ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ക്ലിനിക് ആരംഭിച്ചത്. എന്നാൽ തിങ്കളാഴ്ച മുതൽ മുന്നറിയിപ്പില്ലാതെ ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. 3 മാസമായിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം കല്ലാടംപൊയ്ക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ബോർഡ് പോലും ഇല്ല. പനിയും പകർച്ചവ്യാധികളും ശക്തമായ സാഹചര്യത്തിലാണ് താൽക്കാലിക ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഡോക്ടർ N ജയരാജ് MLA പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിലാണ് താൽക്കാലിക ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. പ്രശ്നത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. പനി പൊടിച്ച സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് തുടങ്ങിയ കുറേ ക്ലിനിക്കുകളാണ്. ഡോക്ടർമാരുടെ എഫിഷ്യൻസി ഡോക്ടർമാർ കുറവാണെന്നുള്ളത്. ഇവിടെ ഒരു ദിവസം 50 മുതൽ 70 വരെയുള്ള OP മാത്രമേ ഒരു ദിവസം ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. DMOD വിഷയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉള്ള ഹോസ്പിറ്റലുകളിൽ തന്നെ ഡോക്ടർമാരെ കൃത്യമായി കിട്ടാൻ വയ്യാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അത് ഇടപെടും. അതിനകത്ത് എന്തെങ്കിലും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിൽ മുഴുവൻ വഴിവിളക്കുകളും CFL ആക്കി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ബൂത്തിന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്തിന് പ്രത്യേകമായി ഫണ്ട് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ കളത്തിപ്പടി ബൂത്തിൽ നിന്നുമാണ്
കോട്ടയം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായ 332 വോട്ട് UDFിന് ലഭിച്ചത്. വാഗ്ദാന പ്രകാരം ഈ ബൂത്തിന് 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുവദിച്ചു. ഈ ബൂത്ത് ഉൾപ്പെടുന്ന 2 വാർഡുകൾക്കായി 5 ലക്ഷം രൂപ വീതം വീതിച്ചു നൽകുകയായിരുന്നു. ഇതിൽ 14ാം വാർഡ് മെമ്പർ വിനോദ് പെരിഞ്ചേരി അദ്ദേഹത്തിന്റെ വാർഡിൽ ലഭിച്ച ഫണ്ടിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് വഴിവിളക്കുകൾ സ്ഥാപിച്ചു. വാർഡിലെ 75ഓളം വഴിവിളക്കുകൾ ട്യൂബ് ലൈറ്റുകളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് കൃത്യമായി KSEBിക്ക് പണം അടയ്ക്കാറുണ്ടെങ്കിലും ലൈറ്റുകൾ കൃത്യമായി പ്രകാശിക്കുന്ന പതിവില്ലായിരുന്നു. എന്നാൽ ട്യൂബ് ലൈറ്റുകൾ മാറ്റി CFL ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ 14ാം വാർഡിലെ നിരത്തുകൾ പ്രകാശപൂരിതമായി മാറിക്കഴിഞ്ഞു. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ടെൻഡർ വിളിച്ചാണ് CFL ട്യൂബുകൾ വാങ്ങിയത്. ട്യൂബ് വാങ്ങിയ ശേഷം ബാക്കിയുള്ള തുക വാർഡിലെ ഏതെങ്കിലും പ്രധാന വികസന പ്രവർത്തനത്തിന് വിനിയോഗിക്കുവാനുള്ള തീരുമാനത്തിലാണ് വാർഡ് മെമ്പർ. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ഫണ്ട് വിനിയോഗിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഏറെ നേട്ടമായി 14ാം വാർഡ് മെമ്പർ വിനോദ് പെരിഞ്ചേരി പറഞ്ഞു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വാർഡിലെ പഴയ ട്യൂബ് സെറ്റുകൾ മാറ്റിക്കൊണ്ട് പുതിയ CFLന്റെ ലൈറ്റ് എല്ലാ പോസ്റ്റുകളിലും ഇട്ട് രാത്രി പകൽ പോലെ പ്രകാശിക്കുന്ന രൂപത്തിൽ ഈ വാർഡിൽ വെട്ടം കൊടുക്കുവാൻ സാധിച്ചത് പ്രത്യേക ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ്. തിരുവഞ്ചൂർ സാറിന് ഈ വാർഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതിന്റെ ഫലമായിട്ട് സാറ് പ്രത്യേക താല്പര്യപ്രകാരമാണ് CFL ലൈറ്റ് ഇടുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. കൂടുതൽ വോട്ട് നൽകിയതിന്റെ അംഗീകാരമായി ലഭിച്ച വഴിവിളക്കിന്റെ പ്രകാശത്തിൽ കളത്തിപ്പടിയിലെ രാത്രികൾ പകലായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മണർകാട്. വാർത്തകൾ തുടരുന്നു. ഓണത്തിന്റെ വരവറിയിച്ച് പിള്ളേരോണം ആഘോഷിച്ചു. കാലാവസ്ഥ ഏറെ മാറിയെങ്കിലും ഓണത്തുമ്പിയും ഓണപ്പൂക്കളും പതിവ് തെറ്റിക്കാതെ വിരുന്നെത്തി. തോരാതെ പെയ്യുന്ന കർക്കിടക മഴയിലാണ് ഇത്തവണ പിള്ളേരോണം എത്തിയത്. കർക്കിടകത്തിലെ തോരാമഴ മാറി 10 നാൾ വെയിലുണ്ടാകുമെന്നാണ് പഴമക്കാരുടെ പക്ഷം. ഈ 10ാം വെയിലിലായിരുന്നു പണ്ടത്തെ പിള്ളേരോണം. കാലാവസ്ഥ ഏറെ മാറിയെങ്കിലും പ്രകൃതി തിരുവോണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന തൊടികളിൽ അത്തപ്പൂക്കളത്തിനായുള്ള പൂക്കളും ഓണത്തിന്റെ വരവറിയിച്ച് പതിവ് തെറ്റിക്കാതെ ഓണത്തുമ്പിയും എത്തിക്കഴിഞ്ഞു. പുതുപ്പള്ളി കൊച്ചിമറ്റം LPSൽ കുട്ടികൾക്ക് പിള്ളേരോണത്തിന് ചൊവ്വാഴ്ച സദ്യ ഒരുക്കിയിരുന്നു. തൂശനിലയിൽ പരിപ്പും പപ്പടവും കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ ഏറെ സന്തോഷത്തോടെയാണ് കുട്ടികൾ കഴിച്ചത്. സാധാരണ ചിങ്ങത്തിരുവോണത്തിന് 27 ദിവസം മുൻപ് കർക്കിടകത്തിലെ തിരുവോണനാളിലാണ് പിള്ളേരോണം എത്തുന്നത്. ഇത്തവണ ചിങ്ങത്തിൽ 2 തിരുവോണമുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ തിരുവോണ ദിവസമായ ചൊവ്വാഴ്ച പിള്ളേരോണമായി ആഘോഷിച്ചത്. തിരുവോണത്തിന്റെ കൊച്ചു പതിപ്പാണ് പിള്ളേരോണം. മുമ്പൊക്കെ തിരുവോണം പോലെ തന്നെ പിള്ളേരോണവും മലയാളികളുടെ പ്രധാന ആഘോഷമായിരുന്നു. രാമായണ ശീലുകളുടെ മഴത്തോർച്ചയിൽ കോടിയുടുത്ത കുട്ടികൾ ഈ ഓണത്തെ വരവേറ്റിരുന്നു. പിള്ളേരോണത്തിന് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കളിയും ആർപ്പുവിളികളും സദ്യയുണ്ണലും ഒന്നുമില്ലാതെ വന്നു പോകുന്ന പിള്ളേരോണം ഇന്നത്തെ തലമുറയുടെ നഷ്ടമാണ്. ഈ തലമുറയ്ക്ക് പിള്ളേരോണം ഒരു കേട്ടുകേഴ്വി മാത്രമാവുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു മുത്തച്ഛിക്കഥ മാത്രമായി മാറും. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്രക്ഷേത്രത്തിൽ തേക്കുതടിയിൽ കൊടിമരം നിർമ്മിക്കുന്നതിനുള്ള ഒരുക്കങ്ങളായി. ഈ മാസം 30-ന് കൊടിമരത്തിന് വേണ്ട തേക്ക് കപ്പാട് നിന്ന് മുറിക്കുന്നതിന് മുന്നോടിയായി വൃക്ഷപൂജ നടക്കും. ക്ഷേത്രം തന്ത്രി സന്തോഷ് നമ്പൂതിരിപ്പാട്, സുരേഷ് നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ വൃക്ഷപൂജയ്ക്ക് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മരം മുറിക്കൽ നടക്കും. 31-ന് ഘോഷയാത്രയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിക്കുന്ന ധ്വജസ്തംഭം സ്ഥാപിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ N. ജയരാജ് MLA ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30-ാം തീയതി, ഓഗസ്റ്റ് മാസം 30-ാം തീയതി 10 മണിക്ക് വൃക്ഷപൂജ തുടങ്ങും. വൃക്ഷപൂജ നടത്തുന്നത് ക്ഷേത്രം തന്ത്രി സുരേഷ് നമ്പൂതിരിപ്പാടാണ്. വൃക്ഷപൂജ ഏതാണ്ട് 2 മണിക്കൂറോളം നിൽക്കും. വൃക്ഷപൂജ എന്നാൽ വൃക്ഷോപജീവികളുണ്ട്, വൃക്ഷത്തിൽ താമസിക്കുന്ന പക്ഷികൾ, വൃക്ഷത്തിൽ വളരുന്ന ചെറിയ പ്രാണികൾ, ഇവരോടെല്ലാം അനുവാദം വാങ്ങിച്ച് അവരുടെ എല്ലാ സമ്മതത്തോടെ അവരോട് മാറി താമസിക്കണം, ഞങ്ങൾ മരം ഇന്ന ആവശ്യത്തിന് വെട്ടുന്നു, അതിന് ക്ഷമിക്കണം എന്ന് ക്ഷമാചാരം നടത്തി അവരെ എല്ലാം പ്രസാദിപ്പിച്ച് ചെയ്യാനുള്ള ചടങ്ങാണ് വൃക്ഷപൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊൻകുന്നത്ത് നിന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CPS പിള്ള, CS മുരളീധരൻ പിള്ള, MK ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ജോലി നിശ്ചയിച്ച് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സമരം ആരംഭിക്കുമെന്ന് NREG യൂണിയൻ നേതാക്കൾ അറിയിച്ചു. പണിയില്ലാത്തതുമൂലം തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിൽ NREG യൂണിയൻ പ്രതിഷേധിച്ചു. മെയ് മാസം മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന തൊഴിൽ ദിനങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടമായെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയം 30 മുതൽ 40 വരെ തൊഴിൽ ദിനങ്ങൾ ലഭിച്ചിരുന്നു. ജോലിയില്ലാത്തത് തങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകാൻ കാരണമായി. തുച്ഛമായ വേതനത്തിനാണ് തങ്ങൾ ജോലി ചെയ്യുന്നത്. ഓണക്കാലത്ത് തൊഴിലവസരങ്ങൾ നിഷേധിച്ചത് കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിച്ചെന്നും കടം വാങ്ങി കുടുംബം പുലർത്താൻ നിർബന്ധിതരായെന്നും NREG യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാമണി പറഞ്ഞു.
ഈ വർഷം ഇന്ന് വരെ ഒരു പണി പോലും ഇവർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഈ പണിയില്ല വരുന്നത്. മറ്റുള്ളിടത്തൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്ത് 30, 35, 40 പണി വരെ പണിത വാർഡുകളുണ്ടായിരുന്നു. അപ്പം ഇത് ഒരു പണി പോലും കിട്ടില്ല. ഈ ഓണം വരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രകൃതി ദുരന്തം എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മുഴുവൻ പേരും അർത്ഥ പട്ടിണിക്കാരാണ്. പാവങ്ങളായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു പണി പോലും കിട്ടാതെ ഓണം വരുന്നു. ഇപ്പം ഒരു നിവൃത്തിയില്ലാത്ത ജീവിതമാണ് നടക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മിഷൻ 2013 മെയ് 10 പുറപ്പെടുവിച്ച ഉത്തരവ് സംബന്ധിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെന്ന് CPM ലോക്കൽ സെക്രട്ടറി PK വിജയകുമാർ കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന നടപടി അംഗീകരിക്കാനാവില്ല. അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് 23 പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും PK വിജയകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കോഴിയിറച്ചിയുടെ വിപണി വിലയ്ക്ക് നികുതി ഈടാക്കുവാനുള്ള സർക്കാർ തീരുമാനം ബുധനാഴ്ച നിലവിൽ വരും. 2.5 കിലോ കോഴിയിറച്ചിക്ക് 40 രൂപ നികുതി അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 70 രൂപ തറവില നിശ്ചയിച്ച് അതിന്റെ 14% വിൽപ്പന നികുതിയും 1% സെസ്സുമാണ് ഈടാക്കുന്നത്. എന്നാൽ ബുധനാഴ്ച മുതൽ വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ നികുതി ഈടാക്കുവാനാണ് സർക്കാർ തീരുമാനം. 2 കിലോ കോഴിയുടെ തറവിലയുടെ അടിസ്ഥാനത്തിൽ 21 രൂപ 70 പൈസ നികുതിയാണ് ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഇപ്പോൾ വിപണിയിൽ 110 രൂപ മുതൽ 120 വരെ കോഴിയിറച്ചിക്ക് വിലയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 35 രൂപയ്ക്ക് മുകളിൽ നികുതി നൽകേണ്ടി വരും. കോഴിത്തീറ്റയുടെ വിലവർധനയും വൈദ്യുതി ചാർജ് മൂലം നടുവൊടിഞ്ഞ കർഷകർക്ക് ഇത് അധിക ബാധ്യതയാവും. ആത്യന്തികമായി ഈ ഭാരം കൂടി ഉപഭോക്താക്കളുടെ ചുമലിലാണ് വന്നു വീഴുന്നത്. സംസ്ഥാനത്ത് ഒരു ദിവസം ശരാശരി 16 ലക്ഷം കിലോ കോഴിയിറച്ചി വിൽക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 50% സംസ്ഥാനത്ത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ കർഷകർ പ്രതിസന്ധിയിലാവുന്നതോടെ കോഴിയിറച്ചിയുടെ കുത്തക അന്യസംസ്ഥാന ലോബിയുടെ കൈകളിൽ എത്തും. അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ഉടറുന്ന മലയാളിക്ക് ഇറച്ചിക്കോഴിയുടെ വിലവർധനവും കടുത്ത ആഘാതമാകും. നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് ഇപ്പോൾ 2.5 കിലോയുടെ ഒരു കോഴി മേടിക്കുന്ന ഒരാൾ 40 രൂപ ടാക്സ് കൊടുക്കേണ്ടി വരികയാണ്. ഇത് മറ്റുള്ള പച്ചക്കറി അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില കയറി നിൽക്കുമ്പോൾ കൂടുതലായ ടാബ്ലേറ്റ് വരുന്നത് ചിക്കനാണ്. അത് സാധാരണക്കാരന് കൂടുതൽ എക്സ്പെൻസ്. സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ഇറച്ചിക്കോഴി എടുക്കുന്നത് അടുത്തയാഴ്ച മുതൽ നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മണർകാട്. വനിതാ കമ്മീഷൻ അംഗം ജെ പ്രമീളാദേവിയുടെ നേതൃത്വത്തിൽ ജില്ലാതല മെഗാ അദാലത്ത് നടന്നു. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്ത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പരാതികളുമായി എത്തി. വാർത്തകൾ തുടരുന്നു. ജൈവ കൃഷിയിലൂടെ മികച്ച വിളവ് ഉൽപ്പാദിപ്പിച്ചെടുത്ത കർഷകൻ നാടിന് മാതൃകയാകുന്നു. ഏറത്ത് വടകര പതാലിത്തടത്തിൽ PS നാരായണപിള്ള ഈ വർഷത്തെ വെള്ളാവൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായി. നാരായണപിള്ളിയുടെ കൃഷിയിടത്തിൽ വിളയാത്തതായി യാതൊന്നുമില്ല. മണ്ണിന്റെ മനസ്സറിഞ്ഞ ഈ കർഷകന് എല്ലാ കാർഷിക വിളകളുടെയും രസതന്ത്രം കൃത്യമായി അറിയാം. ഒരു പ്രഭാതം തൊഴുത്തിലാരംഭിച്ച് വിശാലമായ കൃഷിയിടത്തിലെത്തുന്നതോടെ പകലൊടുങ്ങും. മാവുകൾ മുതൽ കാന്താരിയും ചീനിമുളവും വരെ നാരായണപിള്ള നട്ടുവളർത്തുന്നുണ്ട്. മൂവാണ്ടൻ, നാട്ടുമാവ്, മൈലാപ്പൂ, കിളിച്ചുണ്ടൻ എന്നിങ്ങനെ പോകുന്നു ഈ കർഷകന്റെ കൃഷിയിടത്തിലെ മാവുകൾ. പിന്നെയുള്ള പ്രധാന കൃഷി വാഴയാണ്. ഏത്തൻ, പാളയംകോടൻ, റോബസ്റ്റ, പെനാങ്ക്, പൂവൻ എന്നിങ്ങനെ എല്ലായിനം വാഴകളും കൃഷിയിടത്തിലുണ്ട്. മത്തനും കുമ്പളവും മധുരക്കിഴങ്ങും കാച്ചിലും ചേനയും ചേമ്പും ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട്. വഴുതന മുതൽ വെണ്ട വരെ എല്ലാത്തരം പച്ചക്കറികളും സമ്മിശ്ര കൃഷിരീതിയിലൂടെ ഈ കർഷകന്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കൃഷിയെ സ്നേഹിച്ചാൽ മണ്ണ് ചതിക്കില്ലെന്നാണ് ഈ കർഷകൻ പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ കൂടെ കൃഷിപ്പണിയിലോട്ട്. കൃഷിപ്പണി ശരിക്കും ലാഭകരമല്ലേ? തീർച്ചയായിട്ടും ലാഭകരമാണ്. വളം, ജൈവവളം. ആദ്യം ചാണകപ്പൊടി, കുമ്മായം, എല്ലുപൊടി, ഇതാ പ്രധാനമായിട്ട്. രാസവളം പ്രയോഗിക്കാതെയുള്ള കാർഷിക രീതിയാണ് നാരായണപിള്ളയ്ക്ക് ഇഷ്ടം. പശു വളർത്തലിലൂടെ ജൈവവളം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചാണ് ഈ കർഷകൻ ജൈവവളം കണ്ടെത്തുന്നത്. പുതിയ തലമുറ കാർഷിക പാരമ്പര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് സമൂഹത്തിന്റെ ഭക്ഷ്യസമൃദ്ധി തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, മണിമല. മല്ലപ്പള്ളിയിൽ വീണ്ടും മോഷണം. മല്ലപ്പള്ളി വെസ്റ്റിൽ പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിന്നും 13 പവൻ സ്വർണവും ലാപ്ടോപ്പും മോഷ്ടാക്കൾ കവർന്നു. ഞായറാഴ്ച രാത്രിയിലാണ് മല്ലപ്പള്ളി വെസ്റ്റ് പുത്തൻവീട്ടിൽ ഡോക്ടർ മോഹന്റെ വീട്ടിൽ മോഷണം നടന്നത്. പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് 13 പവന്റെ സ്വർണവും ലാപ്ടോപ്പുമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വീട് പൂട്ടി ശനിയാഴ്ച വായ്പൂരുള്ള ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് പോയ ഡോക്ടർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് ഗേറ്റ് പൂട്ടിയ നിലയിലും ഗ്രില്ലും പ്രധാന വാതിലും പൂട്ടുപൊളിച്ച് തുറന്ന നിലയിലും കണ്ടത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13 പവന്റെ സ്വർണവും ലാപ്ടോപ്പും നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് വരികയായിരുന്നു.
വന്ന് ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. ഞാൻ താക്കോലിട്ട് തുറന്നു കയറി വന്നപ്പോൾ ഗ്രില്ലും ഈ ഡോറും പൊളിച്ചിരിക്കുന്നു. ഒരു അപ്രോക്സിമേറ്റായിട്ട് ഒരു 13 പവന്റെ സ്വർണം, ഒരു ലാപ്ടോപ്പ്. 2 കിടപ്പുമുറിയിലെ അലമാരകളും കുത്തിത്തുറന്ന് തുണികൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. മല്ലപ്പള്ളി CI നന്ദകുമാർ, കീഴ്വായ്പൂർ SI എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി, വെട്ടുകത്തി, മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സാധനങ്ങൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. പത്തനംതിട്ടയിൽ നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കറുകച്ചാലിൽ പ്രവർത്തിച്ചിരുന്ന കോനാട്ട് ഏജൻസീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ N ജയരാജ് MLA അധ്യക്ഷനായ ചടങ്ങിൽ PH അബ്ദുൽ സലാം, VN വാസവൻ, ഷിൻസ് പീറ്റർ, നിർമ്മല ജിമ്മി, ഗിരീഷ് കോനാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. KK റോഡിലുള്ള കോനാട്ട് ടവറിലാണ് പുതിയ സ്ഥാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണവിപണിയിൽ രൂക്ഷ വിലക്കയറ്റം ഉറപ്പാക്കി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ വില വർധന. സബ്സിഡി ഇനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു, അളവ് കുറച്ചു. സർവശിക്ഷാ അഭിയാൻ അധ്യാപകർക്കുള്ള പ്രവർത്തന പാരിതോഷികം നിർത്തലാക്കി, ഫണ്ടില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ്. ജില്ലാ ഉപഭോക്തൃ കോടതിക്കായുള്ള പുതിയ കെട്ടിടം കാടുകയറി നശിക്കുന്നു. പണിത 3 വർഷമായിട്ടും കോടതി പ്രവർത്തനം തുടങ്ങിയില്ല. ലക്ഷങ്ങളുടെ നഷ്ടം. പാമ്പാടിയിൽ വാനിടിച്ച് മധ്യവയസ്ക മരിച്ചു. മരിച്ചത് വെള്ളൂർ പുത്തൻ വീട്ടിൽ ലിസിയാമ്മ. വാനിടിച്ചത് നിയന്ത്രണം വിട്ട്. വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9-ന്. നമസ്കാരം. ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്